ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ബോട്ടിൽ ഫ്ലിപ്പ് ഈറ്റിംഗ് ചലഞ്ച്. അതെ ഗൈസ്, ഈറ്റിംഗ് ചലഞ്ച് ആണ് ഗൈസ്. വെറും ഈറ്റിംഗ് അല്ല, ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ പ്രോപ്പർട്ടി വരെ കള്ളം പൊക്കി കൊണ്ടുപോയി. അപ്പൊ ആപ്പിള് താമ്പു അപ്പൊ താമ്പ് ചിരിക്കാതെ ഗൈസ്, അപ്പൊ നമ്മള് ഈറ്റ് ചെയ്യാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി എന്തൊക്കെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാം. കൊക്കക്കോള, അത് നമുക്ക് തൊണ്ടയിൽ നിറക്കി വിടാൻ വേണ്ടി കുടിക്കാൻ വേണ്ടിട്ട് കൊക്കക്കോള. പിന്നെ ഓരോ സ്പ്രിംഗ് റോൾ ഉണ്ട്, സമൂസ ഉണ്ട്, പഴംപൊരി. ഇത് പ്രോപ്പർട്ടി കളഞ്ഞു. പിന്നെ ഒരു ചിക്കൻ ബൺ, കട്ട്ലറ്റ്, പിന്നെ സ്വീറ്റിന് വേണ്ടിട്ട് ഒരു പേക്ക് ഉണ്ട്, പിന്നെ ബ്രെഡ് പോക്കറ്റ്, പിന്നെ ഇത് എന്ത് സാധനമാ? ഇതിന്റെ പേര് എന്താ? ചിക്കൻ ക്രിസ്പി ചിക്കൻ. പിന്നെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം. സാൻഡ്വിച്ച് പോലത്തെ സാധനമല്ല, സാൻഡ്വിച്ച് ആണോ? അത് ചിക്കൻ 65ന്റെ സാൻഡ്വിച്ച്. ഓക്കേ. ഒരു 7-8 ടൈപ്പ് സാധനം ഓൾറെഡി അകത്താക്കിയിട്ടാണ് നിൽക്കുന്നത്. അതും കൂടെ വാസ്തവം. ഇതിന് പോകാനുള്ള സ്പേസ് ഞാനോ? നമ്മള് രണ്ടുപേരും അങ്ങനെ പറയണം. ഇല്ല, ഒരുമാതിരി എന്നെ കുറ്റപ്പെടുത്തരുത്. മൂന്നാമത്തെ കുപ്പിയാ മേടിച്ചോണ്ട് നിൽക്കുന്നത്. മൂന്നാമത്തെ കുപ്പി. ശരി, ഇനിയിപ്പോ 2 എണ്ണം പ്രാക്ടീസ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. ഭയങ്കര ചൂടാ. അതെയല്ലോ. അപ്പൊ നമ്മള് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ഇതിന് വലിയ കണ്ടീഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ ടീം വർക്ക് ചെയ്ത് കളിക്കാൻ വേണ്ടിയില്ല. അപ്പൊ അത് കാരണം ഗൈസ്, അപ്പൊ നമുക്ക് ഒരു റൂൾ ഉണ്ട്. അതായത് ആരാദ്യം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്നു അയാൾക്കത് കഴിക്കാം. ഫ്ലിപ്പ് ചെയ്യുന്ന ടൈം വരെ നമുക്ക് ഇഷ്ടമുള്ള സാധനം കഴിച്ചോളൂ. ഞാൻ ഈ ഫുള്ള് ഇത് ഒറ്റ റൗണ്ട് ഞാൻ തീർക്കും. അയ്യോ, അങ്ങനെ എത്ര റൗണ്ട്? എത്ര റൗണ്ട് പറയാം? നമ്മള് കഴിച്ച് തീരുന്നത് വരെ. കഴിച്ച് തീരുന്നത് വരെ പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 10 റൗണ്ടെങ്കിലും നമുക്ക് കളിക്കണം. 10 റൗണ്ടോ? അത് കൂടുതലല്ലേ ഗൈസ്? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മള് തമ്മിത്തല്ലൊന്നുമില്ല. ആദ്യമായിട്ട് പൊന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ രണ്ടുപേരും റൈറ്റ് ഹാൻഡേഴ്സ്, അപ്പൊ നമുക്ക് ലെഫ്റ്റ് യൂസ് ചെയ്തിട്ട് കളിക്കാം. തോറ്റ് തരാമേ, കാത്തിരിക്കണേ കുറച്ച്. എനിക്ക് ഇഷ്ടമുള്ള സാധനം കഴിക്കല്ലേ. വീഴല്ലേ. തിന്നട്ടെ. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். കുറച്ച് തിന്നെ. കുറച്ച് തിന്നടി. പതിട്ടാ, ഞാൻ 10 വെക്കാം. എനിക്ക് നല്ല ധൃതിയുണ്ടോ? ഒറ്റയ്ക്ക് തന്നെ തിന്നാലോന്ന് അറിയുമ്പോഴാ. നിങ്ങൾക്ക് എത്ര റൗണ്ട് വേണമെന്ന് 10. ഞാൻ തോക്കുന്നു. ഈ കുപ്പി ശരിയല്ലേ? ഇത് എപ്പോഴും ഞാൻ തിരിച്ചത്. അവിടെ മൊത്തം നശിപ്പിച്ചു. ഇങ്ങനത്തെ കുറച്ച് നമുക്കിനി ഇങ്ങനത്തെ സാധനം ചെയ്യണം. എനിക്ക് തോന്നുന്നുണ്ട് ചെറുകിട്ടാ മതി. വെറുതെ പറയണ്ടായിരുന്നു ഇടത് കൈയെന്ന്. ഇത് വീണിട്ട് ചാടിക്ക് പോവാടാ. എന്റെ ഫേവറേറ്റ് സാധനം കല്യാണം കൊണ്ടുപോയി. എനിക്കൊന്നും തിന്നാൻ പറ്റത്തില്ലേ? ഞാൻ വലത്തേക്കൊന്നും അങ്ങനെ വീടായതോട് ഞാൻ തിന്നു. നീ എന്ത് കാണിക്കുന്നത്?
ഇന്ന് നിന്റെ അവസ്ഥ കേട്ടോ. ഒന്നും നടക്കുന്നില്ലല്ലോ. അതെയല്ലേ മോനെ പോവാന്നില്ലല്ലോ പതിയല്ലോ. ഞാൻ വരുമ്പോഴത്തേക്ക് നീ ഇവിടെ പ്ലേറ്റ് എടുത്ത് വെക്കും കഴുകാൻ. ഒന്ന് കണ്ടോടാ വീടിട്ട് പോവാ. അയ്യോ ഏതാ ഞാനിപ്പോ തിന്നണ്ടേ? എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ഹലോ സോറി അറിയി പറഞ്ഞേ എന്തോ. അയ്യോ നമുക്ക് ബാക്കിൽ ഫാൻ വെച്ച് തന്നെ കളയാം. ഈ വയറ് പാടൊക്കെ എടുത്തു വന്നേക്കോ. ഞാൻ പിടിച്ചിട്ടില്ല. അന്ന് തന്നെ കറങ്ങി വീട് തന്നെ ഫ്ലിപ്പാ കുപ്പി ഫ്ലിപ്പായിക്കേ. പടിയിൽ തന്നെ ഇട്ടാ മതി. ഒന്ന് പെട്ടെന്ന് വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മളിത് ഒറ്റ പേരിലോട്ട് ആക്കിയല്ലോ. എന്തോ അമ്മ ജയിക്കും പറഞ്ഞു. മുമ്പ് ചോദിക്കുന്നുണ്ട് വേണമെന്ന് കൊടുക്കുന്നില്ല. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. അമ്മോ ഇത് വീണാ നീ ഓരോ വട്ടം വരുമ്പോൾ ഞാൻ ഞെട്ടുന്നുണ്ടോ? നിനക്ക് എന്നെ അത്ര പേടിയാ? വയസ്സിന് ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ ഞാൻ പറഞ്ഞ സെക്കൻഡ് നീടായി പ്ലാസ്റ്റിക്കിന്റെ ചുമ്മാ നീ ഇട്ടോ. പ്ലാസ്റ്റിക്കിന്റെ ടേബിളാണ്ട് കുപ്പി വീഴുന്ന സമയത്ത് തെറിച്ചു പോകുന്നുണ്ട്. എനിക്ക് ആരും കിട്ടുന്ന കുറച്ചുള്ളി ക്യാപ്സിക്കം എനിക്ക് എപ്പോഴും ഇതിന് ഇത്ര നേരം വൈക്കാൻ കൊണ്ടില്ലേ? സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. എന്റെ കുപ്പിക്കുളങ്ങര അമ്മച്ചി മറ്റേ മസാല കുറച്ച് ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ? മസാലയുടെ ടേസ്റ്റ് ഉള്ളത് കഴിച്ചിട്ട് ആപ്പിൾ കഴിച്ചു നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് പല്ലത്തില്ല. പൊന്നു ഉപയോഗം ഞാൻ വിചാരിക്കുന്നേ നിങ്ങളൊന്നും വിചാരിക്കാതിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം കൂടെ അകത്തും കഴിച്ചാലേ കടിച്ചായിട്ട് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ച സാധനം അതുപോലെ എനിക്ക് തന്നില്ല. ഇഷ്ടപ്പെട്ട് മേടിച്ച 2 സാധനം ഇരുന്നത്. അത് വെച്ചിട്ട് വേറെ എടുക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞ ഈ മുട്ടായി ഞങ്ങള് ഈ ചാഞ്ചിന്റെ ഉൾപ്പെടുത്തിയ മുട്ടായി, പക്ഷെ നമ്മൾ എടുത്തോണ്ടി. നമുക്കിനി ഇത് ബ്രെഡ് പോക്കറ്റ് കഴിക്കാം. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് വയ്ക്കോ, ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. ഡൗട്ട് കഴിച്ചോ? ഞാൻ തീരെ പറഞ്ഞ വരാം. ചുമ്മാ കേൾക്കുന്നുണ്ടോ? അമ്പു അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ? അമ്പു കൈകൾ പിടിച്ചു, കൈകൾ പിടിച്ചു. കൈകൾ തൊട്ടിട്ടില്ലേ? അയ്യോ ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇത് വീഴത്തില്ല. പതുക്കെ ഞാൻ പതുക്കി എടുത്തോളൂ. ഒരു സുഖമില്ലല്ലോ. ഞാൻ അതിന്റെ ടേസ്റ്റ് ആയിരിക്കും അതൊന്നും. അമ്പ് അമ്പു ആണെങ്കിൽ ആ മുട്ടയെ പിടിച്ച് അവിടെ പകുതി ഇട്ടിട്ട് അതവിടെ ഫുള്ള് ആയിക്കൊണ്ടിരിക്കും. വീഴുന്നില്ലല്ലോ. എന്താ അറിയാം സംഭവം? ഇത് വീണ് വീണിന്റെ മൂടല്ല ചളുങ്ങിയോ. എന്റെ അമ്മച്ചി
നമുക്ക് മുട്ട തന്നെ നൈസിനില്ല എന്തോ അത് കൊള്ളാം കേട്ടോ, അടിപൊളിയായി. നമുക്ക് മുട്ടയെ പൊട്ടിച്ചിട്ടിട്ട് ചീച്ചെന്ന് പറഞ്ഞിരിക്കുക. നീ എങ്ങനെ കേറി പിടിക്കുന്നേ? സത്യം പറഞ്ഞാൽ പല പല സാധനത്തിന് മൂട് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. നീ വൊമിറ്റ് ചെയ്യാൻ വരുന്നു. പക്ഷേ പഴംപൊരി കൊള്ളാം കേട്ടോ. ഏതാണോ? ആ പഴംപൊരി കൊള്ളാം. സൂപ്പർ ടേസ്റ്റ്. അത് ഞാൻ ഇച്ചിരി കഴിച്ചു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നീ എന്താ പണിക്ക് പോവാ? എനിക്കറിയത്തില്ല, ഞാൻ അത് താങ്ക് യു മോനെ, താങ്ക് യു. അതായിരുന്നു വേണ്ടത്. അത് പിന്നെ കഴിക്കാൻ നമ്മൾ നമുക്ക് മുട്ടാൻ പറഞ്ഞു വരിക. ഇത് കുറച്ചെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ഗൈസ്. ഇപ്പൊ അങ്ങോട്ട് പോയതാ ഗൈസ്, എനിക്ക് കിട്ടി, പക്ഷെ വേണ്ട, എന്റെ വയറ് ഓവറായി. അടുത്താണ്. ഫിനിഷ്. പിന്നെ ചേച്ചി ഞാൻ സമ്മതിച്ചു, നിങ്ങളോട് പറ്റില്ല. എന്റെ നിയമത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചില്ല, വൈകുന്നേരത്തേക്കാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഫുഡ് ഓൾറെഡി കഴിച്ചു, എന്റെ വയറ് ഓവറായി. ദുഷ്ടൻ കഴിക്കാതിരുന്നു, എന്നിട്ട് മൊത്തം അകത്ത് കയറ്റി. ഹലോ, ഞാൻ മതിയാക്കി പറഞ്ഞില്ലേ, ബാക്കി നിങ്ങൾ തിന്നോ? ഓ മമ്മ തോറ്റ് പോയടാ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ കഴിച്ച് മാറുന്നു. കാരണം നമ്മൾ വെളിയിൽ നിന്നുള്ള ഈ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ കഴിക്കും, കുറച്ച് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടായി. പക്ഷെ പകുതി സാധനത്തിന് നല്ല ടേസ്റ്റ് പക്ഷെ ഉണ്ടായിരുന്നു. എന്തോ ഈ ചലഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു, ചെയ്തു, ഇഷ്ടപ്പെട്ടു. ആർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യത്തെ ബോട്ടിൽ തുറന്നപ്പോ തന്നെ അത് പകുതിയും പോയി. പക്ഷെ ആ വെള്ളം ഫുള്ള് ആ പാത്രത്തിൽ മൊത്തം ഗൈസ്. ഇവക്കൊരു ഇതില്ല. ഞാൻ ഫുള്ള് ഇവിടെ ക്ലീൻ ചെയ്യണം. ഞാൻ സഹായിക്കുന്നില്ല. ഈ വീഡിയോക്ക് വേണ്ടി നീ ഇന്നെ ഫുള്ള് സഹായിക്കണം. മുതലെടുക്കുവാണോ സജി? ഗൈസ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചില സാധനങ്ങൾക്ക് ഇനി പഴകിയതാണോ അതോ അറിയത്തില്ല, എന്നാലും ഒരെണ്ണം സീനാക്കി ശരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കട്ടെ ഗൈസ്. അപ്പോൾ ബൈ. ബൈ.